CPIക്ക് CPM ആകാനാകില്ല, CPIക്ക് CPI ആകാനേ കഴിയൂ പറയുന്നത് ബിനോയ് വിശ്വമാണ്. എന്താണ് സാർ ഇതിന് കാരണം? CPM CPIയെ മുന്നണിയിൽ വളരെയധികം ഒതുക്കി അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ് എന്നെല്ലാവർക്കും അറിയാം. ആ അടിച്ചമർത്തലിൻ്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് വരാനാണോ CPI ഉദ്ദേശിക്കുന്നത്? CPIക്ക് ഇപ്പോഴാണോ ബോധം വീണത്? അല്ലേ, ബിനോയ് വിശ്വത്തിന് ഇപ്പോഴാണ് നേരം വെളുത്തതല്ലേ? ഇത്ര നേരം ഉറക്കമായിരുന്നു. ഭരണം തീരാറായി. CPM വലിയ പണച്ചാക്കായി മാറി, സമ്പന്ന പാർട്ടിയായി മാറി. അതെ, CPIക്കാരുള്ള കാര്യം പറയാമല്ലോ, അവരിപ്പോഴും അഴിമതിയില്ലാത്ത ലാളിത്യത്തോടുകൂടി കഴിയുന്ന, അവർക്കറിയാം നാളെ ഈ മന്ത്രിപദത്തിൽ നിന്ന് ഇറങ്ങും, താഴേക്ക് ഇറങ്ങണം, സമ്മാനം വാങ്ങിക്കാൻ ഇറങ്ങണം, താഴെ ഇറങ്ങി ഇവിടുത്തെ സാധാരണ ജനങ്ങളുമായിട്ട്. ഇപ്പം GR അനിലൊക്കെ ഭരണം കഴിഞ്ഞിറങ്ങിയാൽ ഇവിടുത്തെ ഒരു സാധാരണക്കാരനായിട്ട് പോകും. മന്ത്രി പ്രസാദ്, ചെഞ്ചുറാണി, കെ രാജന്, തൃശ്ശൂരുകാരന് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവരൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ഇവിടെ ഉണ്ടാകും. CPMലുള്ളവരൊക്കെ ആ ദന്തഗോപുരത്തിൽ തന്നെ നിൽക്കുമെന്നുള്ളതാണ്. അവർക്കവിടെ നിൽക്കാം ഭരണമില്ലെങ്കിലും. എന്തുകൊണ്ടാണ്? അവർ ഒരു ഭരണകാലത്തിനുള്ളിൽ തന്നെ വേണ്ട തരത്തിലുള്ള സമ്പാദ്യവുമായിട്ടായിരിക്കും ഇറങ്ങുന്നത്. പാർട്ടി വ്യക്തികളും ഉണ്ടാകും. ഇതിപ്പോൾ തുടർച്ചയായി 2 തവണ അധികാരത്തിലിരുന്നു. അപ്പോൾ പിന്നെ ആ സമ്പന്നതയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാമല്ലോ. അവരുടെ നോക്കിക്ക് പാർട്ടി പത്രങ്ങളും ഒക്കെ ഇനിയും എത്രയോ കൊല്ലം വരെ ഭരണമില്ലെങ്കിലും മുമ്പോട്ട് പോകാനുള്ളത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. AKG സെൻറ്ററും നന്നായിട്ട് പ്രവർത്തിക്കും. ഇപ്പം ഇന്ദിരാഭവൻ കിടക്കുന്നത് പോലെ കരഞ്ഞു കിടക്കത്തില്ല. അവിടെ വളരെ സമ്പന്നതയോടുകൂടി തന്നെ കഞ്ഞിയും പയറും ആയിരിക്കില്ല, ബിരിയാണി ആയിരിക്കും, അത്രയോ. അതാണ്. അപ്പൊ ഇങ്ങനെ ഇവരെന്തുകൊണ്ടാണ് സമ്പന്നതയിലായി എന്ന് ബോധ്യമായി. അത് വഴിവിട്ട രീതിയിലൂടെയാണ് എന്ന് മനസ്സിലായി. ഇതെന്താണെന്നറിയാമോ ബിനോയ് വിശ്വം ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? സംസ്ഥാന സമ്മേളനം വരികയാണ് അടുത്ത മാസം, ഈ സെപ്റ്റംബറിൽ വരികയാണ്. ജില്ലാ സമ്മേളനത്തിൽ ഒരുപാട് ചോദ്യം ചെയ്യലുണ്ടായി. ബിനോയ് വിശ്വത്തെ മുൾമുനയിൽ നിർത്തി. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ നമ്മളത് കണ്ടു. അത് രൂക്ഷമായിട്ടുണ്ടായി. അതെ, തിരുവനന്തപുരത്ത് വളരെ രൂക്ഷമായിരുന്നു. കാരണം തിരുവനന്തപുരത്തുള്ള ഒരു ഭരണം അത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇതിനി സംസ്ഥാന സമ്മേളനത്തിന് ശരിയാമണ്ണം കിട്ടുമെന്നറിയാം. അപ്പോഴാണ് പറയുന്നത് CPIക്ക് CPM ആകാനാകില്ല എന്നുള്ളത്. എന്തിനാണ് പിന്നെ ഇവരുടെ കൂടി ഈ ചവിട്ടും കുത്തുമൊക്കെ ഏറ്റ് കിടക്കുന്നത്? ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വകുപ്പുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധമുള്ള വകുപ്പുകളല്ലേ? മുൻകാലങ്ങളിൽ CPIയുടെ സമുന്നത നേതാക്കന്മാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തന്നെയാണ്. മന്ത്രി ചന്ദ്രശേഖരൻ നായരായിരുന്നല്ലോ ഈ മാവേലി സ്റ്റോർ കൊണ്ടുവന്നത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. ഇവരുടെ കാലത്ത് ഇപ്പോൾ ഇവരുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ഏറ്റവും വിമർശനമേറ്റത് മാവേലി സ്റ്റോർ ആ സപ്ലൈകോയെ പറ്റിയാണ്. ഇപ്പൊ ചെന്ന് നോക്കിയ സാധനങ്ങളൊക്കെ എല്ലാത്തിനും നല്ല വിലയാണ്. നല്ല വിലയാണ്. ഇപ്പോ സാധാരണ പൊതുവിപണിയിൽ എന്ത് വിലയുണ്ടോ ആ വിലയേക്കാൾ കുറച്ച് സബ്സിഡിയോടുകൂടി സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ ഇന്നിപ്പോൾ പൊതുവിപണിയിൽ പുറത്തുള്ളതിനേക്കാൾ വില പല സാധനങ്ങൾക്കും സപ്ലൈകോയിൽ ഉണ്ട് എന്നാണ് ജനം പറയുന്നത്. ക്വാളിറ്റി ഇല്ലാന്നേ, നിലവാരം വേണ്ട ഇതിനകത്ത്. മനുഷ്യൻ കഴിക്കുന്നതല്ലേ ഇതെന്താ? തീരെ മനുഷ്യർക്ക് എന്താണ് തീരെ പുല്ല് വില കൊടുക്കുന്നതെന്ന് പറയുന്നത്? എന്തെങ്കിലും എന്നാ പിന്നെ വിഷം കൊടുക്കൂടെ? അപ്പോൾ അങ്ങനെയാക്കി തീർത്തു എന്നുള്ളതാണ്. ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷോ കാണിച്ച് നിർത്തുന്നതെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് നിർത്തുന്നത്? 2 തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. ഇനി ഇതിങ്ങനെ വെള്ളപൂശി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം ഭരണം ഒന്നുകൂടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ CPIയുടെ പഴയ ചരിത്രമൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം. അവരൊക്കെ മുൻകാലങ്ങളിലെ നേതാക്കന്മാരെയൊക്കെ ഇപ്പം അവിടെ സമ്പന്നതയുടെ കാര്യം പറയാൻ തൃശ്ശൂരിൽ ആരുമായിട്ട് യൂസഫ് അലി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലുലു മാൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആര് വാങ്ങിച്ചു?
എന്നുള്ളതും വ്യക്തമായിരിക്കുകയല്ലേ. CPM-ന്റെ കളി അതിനകത്ത് വ്യക്തമായിരിക്കുകയല്ലേ. അതെ. അത് യൂസഫ് അലി പറഞ്ഞത് ഒരേ ഒരു പാർട്ടിയാണ് ഇതിനെതിരെ നിൽക്കുന്നത്, അത് ആ തടസ്സം നീങ്ങിയാൽ അവിടെ ലുലു മാൾ വരും എന്നാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ ഈ CPI ആകെ ഇടഞ്ഞു നിൽക്കുകയാണ്. കാരണം അവർക്ക് അരിശം എവിടെയാണെന്നറിയാമോ? സുനിൽകുമാറിനെ തോപ്പിച്ചതിലുള്ള അരിശമാണ് തൃശ്ശൂർ BJP-ക്ക് കൊടുത്തതിൽ. കാരണം തൃശ്ശൂർ BJP-ക്ക് കൊടുത്തതല്ല, BJP എടുത്തതാണ്. CPI-ക്കും സുനിൽകുമാറിനും ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ CPI-ക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ വലിയ കുറച്ചൊരു വേര് ഉള്ളടമാണ്. നമുക്കറിയാം VV രാഘവൻ മത്സരിച്ച് കരുണാകരനെ തോൽപ്പിച്ചതാണ്, അതികായനായ ലീഡറെ തോൽപ്പിച്ച. അപ്പം വലിയവരെയും പിന്നെ അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. ലീഡർ തോറ്റത് ഈ പാളയത്തിൽ തന്നെ പട ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ചിലർ തന്നെ കാലുവാരിയത് കൊണ്ട് കൂടിയാണ്. അത് ലീഡർക്കും അറിയാം. അതെ. പിറ്റേ ദിവസം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അന്ന് മനോരമയിൽ പിറ്റേ ദിവസം വന്നൊരു വാർത്തയാണ്. ഒരു ഫോട്ടോ ഇങ്ങനെ തോറ്റിരിക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ട് താഴെ അടിക്കുറിപ്പ്. അപ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട്, അയ്യോ ലീഡറുടെ ഈ ഫോട്ടോ കണ്ടിട്ട് വലിയ വിഷമം തോന്നുന്നു, ഇരിപ്പ് കണ്ടിട്ട്, എന്നാൽ പിന്നെ വോട്ട് ലീഡർക്ക് കൊടുത്താൽ മതിയായിരുന്നു. മനോരമ വന്നൊരു കമൻറ്റും ഒക്കെ. അപ്പോഴേ ഈ വമ്പന്മാരെയൊക്കെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇടം കൂടിയാണ്. പക്ഷെ CPI ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്ന 2 ജില്ലകൾ, ഒന്ന് കൊല്ലവും ഒന്ന് തൃശ്ശൂരുമാണ്. തിരുവനന്തപുരത്ത് പേരിന് സർക്കാർ ഉദ്യോഗസ്ഥർ ജോയിന്റ് കൗൺസിലിന്റെ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ട് തിരുവനന്തപുരത്ത് പേരിന് പാർട്ടിയുണ്ട്. പിന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. കൊല്ലത്ത് പുനലൂരും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെ. ഈ തൃശ്ശൂര് ഒരു സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക് പാർലമെന്റിലേക്ക് മുമ്പേ. ദേശീയ തലത്തിൽ തന്നെ ഒന്നേ ഉള്ളായിരുന്നു, രാജാജി മാത്യൂസ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സമയത്ത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ 10 ഇടതുപക്ഷത്തിനെല്ലാം കൂടെ 19 സീറ്റ് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു, അതൊക്കെ പോയി. പിന്നെ നമുക്ക് ഈ CPI-യെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഉള്ളതെന്ന് പറഞ്ഞാൽ അവരോട് നമുക്കൊരു ബഹുമാനവും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന മുഖം എന്ന് പറയുന്നത് അച്യുതമേനോനെയാണ്. PK വാസുദേവൻ നായർ. അതെ. ഇവിടെ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയോ ആയിരുന്നിട്ടുണ്ട്. ഇവിടുന്ന് തമ്പാനൂരിൽ നിന്ന് ബസ് കയറിപ്പോയ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. പെട്ടിയും തൂക്കി പോയി. ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെയുള്ള CPI-ക്കാർ ഇവിടെ CPM-കാർക്ക് അധികാരമില്ലെന്നുണ്ടെങ്കിലും എല്ലാവരും കുറഞ്ഞതൊരു ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്നവരാണ്. CPI-ക്ക് മാത്രം അതിനകത്ത് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവർ വഴിവിട്ട് പണം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ സാർ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ CPI ഇങ്ങനെ ഒരു CPM ആകാൻ CPI-ക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുന്നണി വിട്ടു പോകും എന്നാണോ? അതിനുള്ള ത്രാണി CPI-ക്ക് ഉണ്ടോ? മുന്നണി വിട്ടു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? മുന്നണി വിട്ടു പോയാൽ UDF-ൽ ചേക്കേറണം പഴയതുപോലെ. UDF-ൽ പോയാൽ CPI-ക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോഴായിരുന്നു CPI-ക്ക് ഒരു മുഖ്യമന്ത്രി അവരെ കിട്ടിയത്. അപ്പം അങ്ങോട്ടേക്ക് പക്ഷേ ഇനിയിപ്പോൾ ഉള്ള സാധ്യത അവർ അധികാരത്തിൽ വരുമെന്നുള്ളതിന് തന്നെ ഉറപ്പെന്താണ്? അവരുടെ പ്രതിച്ഛായ പല രീതിയിലും മങ്ങലേറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. BJP ഉയർത്തുന്ന വെല്ലുവിളി വേറൊരു വശത്ത്. BJP വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും ജനയുഗത്തിന്റെ ഓണപ്പതിപ്പില് ബിനോയ് വിശ്വത്തിന്റെ ലേഖനം കഴിഞ്ഞാൽ അടുത്തത് വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം. മറ്റാരുടെയും ലേഖനമൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു സംവാദം പോലെയാണ്. അതെ, അതൊക്കെ ആയിക്കോട്ടെ, നല്ലതാണ്. ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ ഇവരുടെ ഈ CPI ഒരുപാടിടങ്ങളിൽ CPM ഉപദ്രവിക്കുകയല്ലേ. തിരുവനന്തപുരം പാർലമെന്റ് സീറ്റിൽ തന്നെ ദയനീയമായ രീതിയിൽ തോൽവി ഉണ്ടാക്കി കൊടുക്കുകയല്ലേ CPM. വലിയ കനത്ത തോൽവി. ഇവിടെ ഒരു മനുഷ്യരില്ലെന്ന് പ്രവർത്തിക്കാൻ. ഞാനിത് സകല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കേൾക്കുന്നവർ പറയും ഇത് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പന്നിയൻ രവീന്ദ്രനെ മത്സരിക്കാൻ നിർത്തിയിട്ട് ഇവിടുത്തെ CPM പ്രവർത്തകർ മുഴുവൻ പോകും. ഇത് പണ്ടേ ഉള്ളതാ, ഇന്ന് തുടങ്ങിയതല്ല. പണ്ട് ചിറയും കീഴായിരുന്നു പാർലമെന്റ് മണ്ഡലം, ആറ്റിങ്ങൽ വരുന്നതിന് മുമ്പ്. അന്ന് വർക്കല രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കും. അണ്ണനെ നമുക്ക് വിജയിപ്പിക്കണമെന്നും പറഞ്ഞ് ഇവിടുത്തെ CPM-കാരെല്ലാം അവിടെ പോകും. ഇവിടെ ആരും ഉണ്ടാകത്തില്ല. ഇത് തന്നെ തൃശ്ശൂരിൽ സംഭവിച്ചത്. പിന്നെ വയനാട്ടിൽ പിന്നെ നോക്കണ്ട, അവിടെ എഴുതി തള്ളിവിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും നല്ല രീതിയിൽ വോട്ട് പിടിച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ജയിച്ചിട്ടുണ്ട്. 2004 ജയിച്ചതാണ് ഇടതുപക്ഷം.
അപ്പം ഇങ്ങനെ CPI ഈ ചവിട്ടും കുത്തും ഏറ്റ് പിന്നെ അതിൻ്റെ കൂടെ MM മണിയെ പോലുള്ളവർ CPIയെ ഒരുപാട് ശകാരിക്കുകയും ചെയ്തു, മോശമായ അതെ വളരെ ഭാഷയിൽ. മോശം വാക്കുകൾ കൊണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബിനോയ് വിശ്വം ഇത് എന്തിൻ്റെ പേരിലാണ് പറഞ്ഞതെന്നുള്ളതാണ് ഇനിയും വീണ്ടും സംസ്ഥാന ഇനി അത് കൂടുതൽ സെക്രട്ടറി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.